2024 പുറത്തിറങ്ങിയ ചലച്ചിത്രം റോൾ പ്ലേയുടെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് എമ്മ എന്ന സ്ത്രീയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. എമ്മ അന്ന് ഒരു മിഷനിലായിരുന്നു. ഫോണിലൂടെ ആരൊരാൾ എമ്മയ്ക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. തന്റെ മിഷൻ പൂർത്തിയാക്കിയതിനു ശേഷം എമ്മ അർജന്റീനയിൽ നിന്നും തിരികെ വരാൻ ആരംഭിച്ചു. ആദ്യമേ തന്നെ അവൾ അവളുടെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറി. മേക്കപ്പുകളും വേഷം കെട്ടലുകളും അഴിച്ചുമാറ്റി. പിന്നാലെ തന്റെ ഇടത്തേക്കും എമ്മ തിരികെ എത്തി. തന്റെ സ്വന്തം വീട്ടിലേക്ക്. എമ്മയ്ക്ക് 2 മക്കളുണ്ട്. ഭർത്താവ് ഡേവായിരുന്നു. എമ്മ ജോലിക്കാര്യത്തിന് പുറത്തു പോയപ്പോൾ മക്കളെ നോക്കിയിരുന്നത്. നെബ്രാസ്കയിലായിരുന്നു ബിസിനസ് ട്രിപ്പെന്നും അവിടെ നിന്നിപ്പോൾ മടങ്ങിയെത്തിയിട്ടേയുള്ളൂ എന്നും എമ്മ ഡേവിനെ അറിയിച്ചു. എന്തുകൊണ്ടോ താൻ അർജന്റീനയിൽ മിഷനിലായിരുന്നു എന്ന കാര്യം എമ്മ കുടുംബത്തിന്റെ അടുത്ത് നിന്ന് മറച്ചുവെച്ചിരുന്നു. അതവരുടെ 7th വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അക്കാര്യവും എമ്മ മറന്നുപോയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്കതിൽ വലിയ കുറ്റബോധം തോന്നി. അടുത്ത ദിവസം കുടുംബത്തിനു വേണ്ടി എമ്മ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കെ രാജ് എന്ന വ്യക്തിയിൽ നിന്നും എമ്മയ്ക്കൊരു ഫോൺ കോൾ വന്നു. എമ്മയ്ക്ക് വേണ്ട മിഷനുകളും ജോലികളും അറേഞ്ച് ചെയ്തു കൊടുക്കുന്ന വ്യക്തിയായിരുന്നു രാജ്. അർജന്റീനയിലെ ബനസോറസിൽ എമ്മ ചെയ്ത ജോലി അത്രയും മികച്ചതായിരുന്നെന്നും ക്ലയന്റ് അതിൽ തൃപ്തരാണെന്നും അതുകൊണ്ട് തന്നെ എമ്മയ്ക്ക് മറ്റൊരു ജോലി അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നും രാജ് പറഞ്ഞു. കൂടാതെ ഒരു കാര്യവും എമ്മയോട് രാജ് പ്രത്യേകം സൂചിപ്പിച്ചു. മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതെ സൂക്ഷിക്കണം. വാണ്ടഡ് ലിസ്റ്റിൽ പെടുത്തിക്കൊണ്ട് എമ്മയുടെ ഒരു ഫോട്ടോഗ്രാഫ് ഡാർക്ക് വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നു. വലിയ തുകയും എമ്മയ്ക്ക് മേൽ ഓഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ ബൗണ്ടി ഓഫർ രാജ് ഡാർക്ക് വെബിൽ നിന്ന് ഒരു തരത്തിൽ റിമൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കുക തന്നെ വേണം. പുതിയ ടാസ്കിനെ പറ്റി എമ്മയോട് രാജ് പറഞ്ഞു. പക്ഷെ താനിപ്പോൾ ജോബ് കഴിഞ്ഞ് മടങ്ങിയെത്തിയതേയുള്ളൂവെന്നും ഉടനടി അടുത്തത് പറ്റില്ല എന്നുമായിരുന്നു എമ്മയുടെ മറുപടി. പക്ഷേ ബെസ്റ്റ് പേഴ്സണെയാണ് ക്ലയന്റ് ചോദിക്കുന്നതെന്നും എമ്മയാണ് ആ മിഷന് വേണ്ടത് എന്നും രാജ് നിർബന്ധം പിടിക്കാൻ ആരംഭിച്ചു. ഇതൊന്നും കൂടാതെ ആ ക്ലയന്റ് വലിയൊരു തുക സോവറിൻ ഗ്രൂപ്പിന്റെ കയ്യിൽപ്പെടാതെ എമ്മ സേഫായിരിക്കുവാനും ചെലവഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും രാജ് അറിയിച്ചു. സോവറിൻ ഡാർക്ക് വെബ്സൈറ്റിൽ വാണ്ടഡ് ലിസ്റ്റിലുള്ളവരെ ചേർക്കുന്ന അവരുടെ തലയ്ക്കുമേൽ വലിയ തുക പ്രഖ്യാപിക്കുന്ന ഗ്രൂപ്പാണ്. അന്ന് രാത്രിയിൽ ഡേവും എമ്മയും സംസാരിക്കുമ്പോൾ അവരുടെ 7th വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ ചെറിയൊരു വെക്കേഷൻ എടുക്കുന്നതിനെ പറ്റിയും റോൾ പ്ലേ കളിക്കുന്നതിനെ പറ്റിയുമൊക്കെ എമ്മയോട് ഡേവ് സംസാരിച്ചു. പക്ഷേ വെക്കേഷൻ സാധ്യമാകുമോ എന്നമ്മയ്ക്ക് സംശയമുണ്ടായിരുന്നു. അവൾ തന്റെ ഭയം പങ്കുവെച്ചു. ജോലി തിരക്കുകളുടെ കാര്യം സൂചിപ്പിച്ചു. എമ്മ എപ്പോഴും മുൻകൂട്ടി പ്രോമിസ് ചെയ്ത സമയത്തൊക്കെ അവൾക്ക് ഫാമിലിക്കൊപ്പം സമയം ചെലവിടാൻ സാധിച്ചിട്ടില്ല. പലതും ക്യാൻസൽ ആയിട്ടുണ്ട്. എന്തായാലും റോൾ പ്ലേയുടെ കാര്യവുമായി ഡേവ് വീണ്ടും മുമ്പിലേക്ക് വന്നു. പക്ഷെ അത് വേണ്ടെന്ന് പറഞ്ഞ എമ്മ മറ്റൊരാശയം ഡേവിനോട് പങ്കുവെച്ചു. അടുത്ത ദിവസം നമുക്ക് അവിടുള്ള ഒരു നൈറ്റ് ബാറിൽ വെച്ച് കണ്ടുമുട്ടാമെന്നും സ്ട്രേഞ്ചേഴ്സിനെ പോലെ 2 ഐഡന്റിറ്റിയിൽ ആ ബാറിൽ ചെന്ന് ആദ്യം മീറ്റ് ചെയ്യുന്ന പോലെ പരിചയപ്പെട്ട് അവിടെ തന്നെ റൂം ബുക്ക് ചെയ്ത് ഇന്റിമേറ്റ് ആവാമെന്നും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമെന്നുമായിരുന്നു എമ്മയുടെ മറുപടി. അത് ഡേവിനും സമ്മതമായിരുന്നു. അടുത്ത ദിവസം രാവിലെ എമ്മ ഡേവിന്റെ സഹോദരി കെല്ലിയെ കണ്ട് തങ്ങളുടെ പ്ലാനിനെ പറ്റി പറയുകയും കെല്ലിയെ മക്കളെ നോക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു. അന്ന് രാത്രിയിൽ എമ്മ റോയൽ ഗ്രാൻഡ് എന്ന പേരുള്ള ലക്ഷറി ഹോട്ടലിന്റെ ബാറിലേക്ക് എത്തി. ഡേവുമായുള്ള ഡേറ്റിനു വേണ്ടിയായിരുന്നു അത്. പക്ഷേ ഡേവിനാകട്ടെ ട്രാഫിക് ബ്ലോക്ക് കിട്ടിയതിനാൽ കൃത്യസമയത്ത് അങ്ങോട്ടേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. തന്റെ ഡിലേയെ പറ്റി ഡേവ് എമ്മയ്ക്ക് മെസ്സേജ് അയച്ചു. ബാറിലിരിക്കുകയായിരുന്ന എമ്മയെ ബാറിലുണ്ടായിരുന്ന വൃദ്ധനായ ഒരു വ്യക്തി ശ്രദ്ധിച്ചിരുന്നു. എമ്മയ്ക്കടുത്തെത്തി ഫ്ലിർട്ട് ചെയ്യാൻ ശ്രമിച്ച അയാൾ തന്നെ ബോബ് കെല്ലർമാൻ എന്ന പേരിൽ പരിചയപ്പെടുത്തി. ആദ്യമൊക്കെ അയാളെ അവഗണിക്കാൻ എമ്മ ശ്രമിച്ചെങ്കിലും അയാൾ അടുത്തെത്തിയതോടെ ആലീസ് എന്ന പേര് പറഞ്ഞ് ഫിനാൻഷ്യൽ വർക്കറാണെന്ന് പറഞ്ഞ് തന്റെ റോൾ പ്ലേ ഐഡന്റിറ്റി ഉപയോഗിച്ച് എമ്മ അയാളെ പരിചയപ്പെട്ടു. ബോബ് എമ്മയ്ക്കടുത്തിരുന്ന് ഫ്ലിർട്ട് ചെയ്തൊക്കെ സംസാരിച്ചിരിക്കാൻ തുടങ്ങി. ആ സമയമായിരുന്നു ഡേവ് അങ്ങോട്ടേക്ക് വന്നെത്തുന്നത്. അപരിചിതനെ പോലെ ഡേവിനെ കണ്ട പരിചയം എമ്മ കാണിച്ചില്ല. ബോബ് അങ്ങനെ ഫ്ലിർട്ട് ചെയ്ത് സംസാരിക്കുന്നതിലും താല്പര്യമില്ല എന്നും വ്യക്തമാകുന്നുണ്ടായിരുന്നു. ഡേവിനെ എമ്മ നോക്കുന്നത് ബോബും നോക്കിക്കണ്ടു. കുറച്ചു കഴിഞ്ഞതും ഡേവ് എമ്മയ്ക്കടുത്തേക്ക് എത്തി. തന്നെ ജാക്ക് ഡോസൺ എന്ന പേരിൽ എമ്മയ്ക്കടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എമ്മയാകട്ടെ ആലീസ് എന്ന പേരിൽ ഡേവിനോടും തന്നെ പറ്റി സംസാരിച്ചു. പിന്നാലെ ബോബ് വീണ്ടും അങ്ങോട്ടേക്ക് കടന്നു വന്നു. തനിക്കൊരു വലിയ കോൺട്രാക്ട് ലഭിച്ചത് ഇന്നാണെന്നും അതിന്റെ സന്തോഷം നമുക്കൊന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്നും ബോബ് അവരോട് പറയുകയും അവരെ ക്ഷണിക്കുകയും ചെയ്തു. തന്റെ റൂമിൽ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് തന്റെ റൂം നമ്പർ അവരിരുവരോടും പറഞ്ഞ് ബോബ് അവിടെ നിന്ന് പോയി. വൈകാതെ ഡേവും എമ്മയും അവർ ബുക്ക് ചെയ്തിരുന്ന റൂമിലേക്ക് എത്തി. റൂമിലെത്തിയതും എമ്മ മ്യൂസിക് പ്ലേ ചെയ്യിപ്പിച്ചു. ഡേവിനോട് ബെഡിൽ റെസ്റ്റ് എടുക്കാനും താൻ പോയി ഫ്രഷ് ആയിട്ട് വരാമെന്നും പറഞ്ഞു. ഡേവ് ബെഡിൽ കിടന്നു. എമ്മ ബാത്റൂമിൽ പോയിരുന്ന് എന്തോ ചിന്തിക്കാൻ തുടങ്ങി. എമ്മ മനഃപൂർവ്വം സമയം വൈകിപ്പിക്കുകയായിരുന്നു. ഒരു പേപ്പറിൽ ഒരു മെസ്സേജ് എഴുതി വെച്ച് തന്റെ സ്റ്റോപ്പ് വാച്ച് സെറ്റ് ചെയ്ത ശേഷം എമ്മ ആ റൂം വിട്ടിറങ്ങി. എമ്മ നേരെ പോയത് ബോബിന്റെ മുറിയിലേക്കായിരുന്നു. എമ്മയെ പ്രതീക്ഷിച്ച് ബോബ് അവിടെ ഉണ്ടായിരുന്നു. ബോബ് യാഥാർത്ഥ്യത്തിൽ ഒരു ഹിറ്റ്മാൻ ആയിരുന്നു. ഒരു ഡിപ്ലോമാറ്റ്
മാറ്റിനെ വകവരുത്തിയ ശേഷമായിരുന്നു ബോബ് എന്ന ബാറിൽ വന്നിരുന്നിരുന്നത്. എമ്മയെ കണ്ടപാടെ അന്ന പെല്ലർ എന്ന എമ്മയെ അദ്ദേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള ഒരു ഹിറ്റ് വുമൺ ആയിരുന്നു അന്ന പെല്ലർ. എമ്മയോട് സംസാരിക്കുവാൻ ഏറെ ക്യൂരിയസ് ആയിരുന്ന ബോബ് എമ്മയെ തന്റെ മുറിയിലേക്ക് മുമ്പേ തന്നെ ക്ഷണിച്ചിരുന്നു. ഡേവിനെ മാറ്റി നിർത്തിയ ശേഷം എമ്മ അങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു. എമ്മയോട് ബോബ് ചോദിച്ചു എന്തുകൊണ്ടാണ് എമ്മ മോസ്റ്റ് ഫേമസ് ഹിറ്റ്മാൻ ഗ്രൂപ്പായ സൊവേറിയൻ ഗ്രൂപ്പ് വിട്ടതെന്ന്. അവരായിരുന്നു അന്ന എന്ന എമ്മയുടെ തലയ്ക്ക് വലിയൊരു തുക ഇനാം പ്രഖ്യാപിച്ചിരുന്നതും അന്നയെ ജീവനോടെ വേണം കൊലപ്പെടുത്തിയല്ല വേണ്ടത് എന്നും അവർ നിർദ്ദേശിച്ചിരുന്നു. കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി. എമ്മ യാഥാർത്ഥ്യത്തിൽ അന്ന പെല്ലർ എന്നു പേരുള്ള ഒരു ഹിറ്റ് വുമൺ ആണ്. വർഷങ്ങളായി ഡേവിനെ വിവാഹം കഴിച്ച് എമ്മ എന്ന കള്ളപ്പേരിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പണ്ടവൾ സോവറിൻ എന്ന പേരുള്ള ഒരു ഗ്രൂപ്പിലായിരുന്നു ജോലി നോക്കിക്കൊണ്ടിരുന്നത്. എന്തുകൊണ്ടോ അവൾ പുറത്തു ചാടിയതാണ്. ആ ഗ്രൂപ്പ് ഇപ്പോൾ അവൾക്ക് പിന്നാലെ തന്നെയുണ്ട്. സോവറിൻ ഗ്രൂപ്പിന്റെ ലീഡർ ഗ്വെൻ ക്വാർവർ എന്ന പേരുള്ള ലേഡിയായിരുന്നു. അവരാണ് വീണ്ടും എമ്മയെ കണ്ടെത്താനും പിടികൂടാനും ശ്രമിക്കുന്നത്. ബോബ് എമ്മയ്ക്ക് മുമ്പിലേക്ക് ഒരു ഓഫർ വെച്ചു. നമുക്കൊന്നിച്ച് വർക്കുകൾ എടുത്ത് ചെയ്യാം. താനൊരു സിൻഡിക്കേറ്റുമായും കണക്ഷൻ ഉള്ളവനല്ല. 60% തനിക്കും 40% എമ്മയ്ക്കും ലഭിക്കും. എമ്മ തന്റെ ഓഫർ നിരാകരിച്ചാൽ താൻ സോവറിനെ വിവരം അറിയിക്കുമെന്നും ബോബ് ഭീഷണിപ്പെടുത്തി. തനിക്ക് അതിന്റെ പേരിൽ പ്രതിഫലം കിട്ടും എന്നും കൂട്ടിച്ചേർത്തു. എമ്മ ബോബിനോട് പറഞ്ഞു. ബാറിൽ വെച്ച് ബോബ് കുടിച്ച ഡ്രിങ്കിൽ താൻ വിഷം കലർത്തിയിരുന്നു. ഉടൻ തന്നെ ആന്റിഡോട്ട് എടുത്തില്ലെങ്കിൽ ബോബ് അവിടെ വെച്ച് മരണപ്പെടും. ബോബ് പിന്നാലെ അബോധാവസ്ഥയിലേക്ക് വീണു തുടങ്ങി. എമ്മയാകട്ടെ മുമ്പോട്ട് വന്ന് തന്റെ വെപ്പൺ കയ്യിലെടുത്തു. മയക്കത്തു നിന്ന് ഉണർന്നിരുന്ന ഡേവാകട്ടെ കൃത്യം ആ സമയം എമ്മയെ ഫോൺ ചെയ്തു. എമ്മ എവിടെയാണെന്ന് തിരക്കി. എമ്മ ഫോണിൽ സംസാരിച്ചു നിൽക്കെ മയക്കത്തിലേക്ക് വീണിരുന്നെങ്കിലും മരണപ്പെടാതിരുന്നപ്പോ മയക്കത്തു നിന്ന് എഴുന്നേറ്റ് വന്ന് എമ്മയ്ക്ക് നേരെ വെടിയുതിർത്തു. ഉടൻ വരാമെന്ന് പറഞ്ഞ് ഡേവിന്റെ ഫോൺ കട്ട് ചെയ്ത ശേഷം എമ്മ മറിഞ്ഞിരുന്ന് ബോബിനെ ആക്രമിച്ചു. പെട്ടെന്ന് തന്നെ ബോബിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി എമ്മ ഡേവിന്റെ മുറിയിലേക്ക് മടങ്ങിച്ചെന്നു. അന്ന് അവരൊന്നിച്ച് ആ റൂമിൽ സന്തോഷത്തോടെ സമയം ചിലവഴിച്ചു. അടുത്ത ദിവസം തിരികെ വീട്ടിലേക്ക് എത്തിയെങ്കിലും എമ്മ ഒരുപാട് വറീഡായി കാണപ്പെട്ടിരുന്നു. രാജിനെ കോഡ് റെഡ് അറിയിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുവാൻ നിരവധി തവണ അവൾ മെസ്സേജ് അയച്ചു. ഡേവ് അവൾ എന്താണ് ഇങ്ങനെ എന്ന് പലവരും തിരക്കിയെങ്കിലും എമ്മ ഒന്നും വിട്ടുപറയുന്നുണ്ടായിരുന്നില്ല. തൊട്ടു പിന്നാലെ രാജു വിളിച്ചതും എമ്മ കോൾ അറ്റൻഡ് ചെയ്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഡേവിനാണെങ്കിൽ ചില സംശയങ്ങളും തോന്നി തുടങ്ങിയിരുന്നു. എന്ത് കാര്യമാണ് എമ്മ തന്നെ നിന്നും മറയ്ക്കുന്നത് എന്ന് ഡേവ് സംശയിക്കാൻ ആരംഭിച്ചു. നടന്ന സംഭവങ്ങൾ രാജ് അറിഞ്ഞിരുന്നു. സുരക്ഷിതമായി ഒളിഞ്ഞു താമസിക്കുവാനും പുറത്തേക്ക് ഒരുപാടൊന്നും ഇറങ്ങണ്ടെന്നും രാജമ്മയെ വാൺ ചെയ്തു. വൈകാതെ ഈ വിവരം സൊവറൈൻ ഗ്രൂപ്പിന്റെ ഹെഡിന്റെ പക്കൽ ഉടൻ എത്തുമെന്നും ഗ്വെൻ ക്വാർവർ അവളുടെ പിന്നാലെ അന്വേഷിച്ചെത്തുമെന്നും രാജ് കൂട്ടിച്ചേർത്തു. എത്രയും വേഗം അവിടെ നിന്ന് മാറണമെന്നും വേഗത്തിൽ എയർപോർട്ടിലേക്ക് ചെല്ലാനും രാജ് ആവശ്യപ്പെട്ടു. ആ സമയമായിരുന്നു ഡേവിന് സഹോദരി കെല്ലിയുടെ അടുത്ത് നിന്ന് കോൾ വരുന്നത്. തലേ ദിവസം അവർ പോയ ഹോട്ടലിൽ നടന്ന മർഡറിനെ പറ്റി കെല്ലി അവനോട് പറഞ്ഞു. ന്യൂസ് ലിങ്കും അയച്ചു കൊടുത്തിരുന്നു. തങ്ങൾ തലേന്ന് സംസാരിച്ച ബോബ് എന്ന വ്യക്തിയാണ് കൊല്ലപ്പെട്ടത് എന്ന് ഡേവ് ഞെട്ടലോടെ നോക്കിക്കണ്ടു. പിന്നാലെ ഡേവ് എമ്മയ്ക്കടുത്ത് പാനിക്കായി എത്തി. വാർത്തയിൽ പറഞ്ഞ പ്രകാരം ബോബ് സംസാരിച്ചു കൊണ്ടിരുന്ന കപ്പിളായ യുവാവിനും യുവതിക്കും നേരെയാണ് അന്വേഷണം നീളുന്നത് എന്നും ഡേവ് പരിഭ്രാന്തിയോടെ അറിയിച്ചു. തങ്ങൾ കുറ്റവാളികളല്ല എന്നുറപ്പുണ്ടായിരുന്ന ഡേവാകട്ടെ എമ്മയ്ക്കടുത്ത് പോലീസ് നമ്മൾ അന്വേഷിച്ചെത്തുന്നതിന് മുമ്പ് നമുക്ക് പോലീസിനടുത്തേക്ക് ചെന്ന് നടന്നതൊക്കെ പറയാമെന്ന് പറഞ്ഞു. പക്ഷേ ഹോട്ടലിൽ തങ്ങൾ കയറിയതും പ്രവേശിച്ചതും റോൾ പ്ലേയുടെ ഭാഗമായി ഫേക്ക് ഐഡന്റിറ്റികളിലും ഫേക്ക് പേരിലും ആയതിനാൽ അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയേ ഉള്ളൂവെന്നും പോലീസ് നമ്മൾ പറയുന്നത് വിശ്വസിക്കില്ലെന്നും നമ്മളെ പ്രതികളാക്കും എന്നും എമ്മ വാദിച്ചു. എമ്മയുടെ വിശദീകരണത്തിൽ സംതൃപ്തനായ ഡേവ് ആ പ്ലാൻ ഉപേക്ഷിച്ചു. പോലീസ് എത്തുന്നവരെ കാത്തിരിക്കാനും തീരുമാനിച്ചു. ആ സമയം തനിക്കുടൻ ഫ്ലൈറ്റ് പിടിച്ച് മറ്റൊരിടത്തേക്ക് ഉടനടി പോവേണ്ടതുണ്ടെന്നും അൺപ്ലാൻഡായി ഒരു മീറ്റിംഗ് വന്നതാണെന്നും എമ്മ ഡേവിനോട് പറഞ്ഞു. ഇപ്പോ വന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഡേവ് ആദ്യം അതിനെ എതിർപ്പ് അറിയിച്ചെങ്കിലും പിന്നീട് പതിയെ പതിയെ അതിന് സമ്മതിച്ചു. അടുത്ത ദിവസം പകലിൽ കുടുംബത്തോട് യാത്ര പറഞ്ഞ് എമ്മ പുറപ്പെട്ടു. തിങ്കളാഴ്ച താൻ തന്നെ നേരിൽ വന്ന് പിക്ക് ചെയ്തോളാം എന്ന് ഡേവും പറഞ്ഞു. ഡേവ് ആകട്ടെ മർഡറെ പറ്റിയുള്ള വിവരങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. CCTV ഫുട്ടേജിൽ നിന്ന് തങ്ങളെ കണ്ടെത്തിയ വാർത്തയൊക്കെ ഡേവ് മനസ്സിലാക്കി. പക്ഷേ ഫേക്ക് ഐഡന്റിറ്റിയിലായതിനാൽ തങ്ങളിലേക്ക് അവരെത്താൻ കുറച്ചു സമയം കൂടി എടുക്കും എന്ന് ഡേവ് കരുതിയിരുന്നു. ഉള്ളിന്റെ ഉള്ളിൽ അവൻ പരിഭ്രാന്തിപ്പെടുകയും ചെയ്തു. പലതവണ എമ്മയെ കോണ്ടാക്ട് ചെയ്യാൻ ഡേവ് ശ്രമിച്ചെങ്കിലും കണക്ട് ചെയ്യാനാകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എമ്മ തിരികെ വരുന്ന മൺഡേ എമ്മയെ പിക്ക് ചെയ്യാൻ ഡേവ് എത്തിയെങ്കിലും എമ്മ വരുന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും അവന് കണ്ടെത്താൻ സാധിച്ചില്ല. അതോടെ ഡേവ് തിരികെ പോരാൻ പാർക്കിങ്ങിലേക്ക് എത്തി. അപ്പോഴായിരുന്നു ഒരു കാർ അവന്റെ മുമ്പിലേക്ക് പാഞ്ഞെത്തിയത്. അതിൽ നിന്നും NYPDയിലെ 2 ഡിറ്റക്റ്റീവുകൾ ഇറങ്ങി ഡേവിനെ അറസ്റ്റ് ചെയ്ത് അന്വേഷണത്തിന്റെ ഭാഗമായി കൂട്ടിക്കൊണ്ടുപോയി. സ്റ്റേഷനിൽ എത്തിയതും ബോബ് കെല്ലർമാന്റെ മരണത്തെപ്പറ്റി അവർ ഡേവിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഡേവ് സത്യസന്ധമായി തങ്ങളുടെ റോൾ പ്ലേയെ പറ്റിയും അതുകൊണ്ടാണ് ഫേക്ക് ഐഡന്റിറ്റി
ഉപയോഗിച്ചതെന്നുമൊക്കെ പറഞ്ഞെങ്കിലും പോലീസിനത് തീർത്തും വിശ്വാസയോഗ്യമായിരുന്നില്ല. പിന്നാലെ അങ്ങോട്ടേക്ക് ഒരു ഇന്റലിജന്റ് ഏജന്റായ കാർവർ കടന്നു വന്നു. ഡേവിനടുക്കൽ നിങ്ങളുടെ കൂടെ എമ്മ എന്ന പേരിൽ ജീവിക്കുന്ന നിങ്ങളുടെ ഭാര്യ യഥാർത്ഥത്തിൽ ആ ഐഡന്റിറ്റിയിലുള്ള എമ്മ എന്ന വ്യക്തിയല്ലെന്നും 8 കൊല്ലം മുമ്പ് മരണപ്പെട്ട എമ്മ എന്ന വ്യക്തിയുടെ ഐഡന്റിറ്റി മോഷ്ടിച്ച് ആ പേരിൽ ജീവിക്കുന്ന അന്ന പെല്ലർ ആണെന്നും അന്ന പെല്ലർ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള ഒരു ഹിറ്റ് വുമൺ ആണെന്നും കാർവർ വിശദമായി പറഞ്ഞു. ആദ്യം അതൊരു തമാശ രീതിയിലായിരുന്നു ഡേവ് എടുത്തതെങ്കിലും തെളിവുകൾ ഡേവിന് മുമ്പിലേക്ക് കാർവർ നിരത്താൻ തുടങ്ങി. അന്ന കഴിഞ്ഞ തവണത്തെ ബിസിനസ്സിൽ നിന്ന് പറഞ്ഞു പോയത് അർജന്റീനയിലേക്കായിരുന്നു എന്ന വിവരവും അതിന്റെ ഫോട്ടോസും ഡേവിനെ ഞെട്ടിക്കുന്നതായിരുന്നു. ബോബ് കെല്ലർ എന്ന ഡേവ് പരിചയപ്പെട്ട വ്യക്തി ഡെറക് വോള്ളി എന്ന ഹിറ്റ്മാൻ ആണെന്നും അയാളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നതെന്നും എമ്മയുടെ സൂപ്പർവൈസർ എന്ന് ഡേവ് കരുതിയിരുന്ന രാജി യാഥാർത്ഥ്യത്തിൽ എമ്മയ്ക്ക് ഹിറ്റ്മാൻ ജോലികൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു ഏജന്റ് ആണെന്നും ഞെട്ടലോടെ ഡേവ് തിരിച്ചറിഞ്ഞു. ഡേവിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നുമില്ലെന്നും മനസ്സിലായതും പോലീസ് ഡേവിനെ മോചിപ്പിച്ചു. ഡേവുടൻ വീട്ടിലേക്ക് തിരികെയെത്തി. വീട്ടിലെത്തിയതും എമ്മയെ പറ്റിയുള്ള സത്യങ്ങൾ അറിയുവാൻ അവൻ വീട് മുഴുവൻ തിരച്ചിലും തുടങ്ങി. ഒടുവിൽ എമ്മയുടെ വീട്ടിൽ ഗരേജിൽ ഒളിപ്പിച്ച തരത്തിൽ ഒരു പെട്ടി അയാൾ കണ്ടെടുത്തു. അതിനകത്ത് എമ്മയുടെ ഫേക്ക് പാസ്പോർട്ടുകളും ഹിറ്റ്മാൻ ജോലിക്കുള്ള ഉപകരണങ്ങളും ഗൺസും വസ്ത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. തെളിവുകളൊക്കെ കൺമുമ്പിൽ കണ്ടതും ഡേവ് വല്ലാതെ കൺഫ്യൂസ്ഡ് ആയി. പക്ഷേ താൻ വിവാഹം കഴിച്ച് തന്നോടേറെ പ്രണയമുള്ള ആ സ്ത്രീ അവരെ ഒറ്റുകൊടുക്കുന്നതിനും ചതിക്കുന്നതിനും മുമ്പ് ആദ്യമേ എമ്മയോട് തന്നെ ഒന്ന് നേരിട്ട് സംസാരിക്കണം എന്ന് ഡേവ് ഉറപ്പിച്ചിരുന്നു. ഇതിനിടയിൽ ഏജന്റ് കാർവർ അന്വേഷണത്തിന്റെ ഭാഗമായി വീട് സെർച്ച് ചെയ്യണം എന്ന് പറഞ്ഞ് ഡേവിന്റെ വീട്ടിലെത്തിയെങ്കിലും തെളിവുകളുമായി വരാൻ പറഞ്ഞ് ഡേവ് അവരെ പറഞ്ഞയച്ചു. ഇതേ സമയം എമ്മ പോയിരുന്നത് ബെർലിനിലേക്കായിരുന്നു. ഐഡന്റിറ്റി മറച്ച് എമ്മ അവിടെ നടക്കാൻ തുടങ്ങി. പക്ഷേ സോവറിൻ ഗ്രൂപ്പ് അംഗങ്ങൾ അങ്ങോട്ടേക്ക് എത്തി എമ്മയെ കണ്ടു. അവരെ മിസ്ലീഡ് ചെയ്ത് രക്ഷപ്പെടാൻ എമ്മ ശ്രമിച്ചെങ്കിലും അത് വിജയം കണ്ടിരുന്നില്ല. രാജിന്റെ കാറിലായിരുന്നു എമ്മ രക്ഷപ്പെടാൻ ശ്രമിച്ചതുപോലും. അവരുമായി ഏറ്റുമുട്ടി ഒരാളെ എമ്മ വകവരുത്തിയെങ്കിൽ പോലും അവർ എമ്മയെ പിന്തുടർന്നു വന്നു. ആ രക്ഷപ്പെടൽ ശ്രമത്തിനിടയിൽ രാജിന് തന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടിരുന്നു. ഡേവ് ആകട്ടെ എമ്മയുടെ പെട്ടിയിലുണ്ടായിരുന്ന ഓരോ നമ്പറിലും കണക്ട് ചെയ്യാൻ ശ്രമിച്ചു. അതിൽ ഒരു നമ്പറിൽ നിന്നും അവൻ എമ്മയുമായി കണക്ട് ചെയ്യാൻ സാധിച്ചു. ആ ഫോൺ കോളിലൂടെ എമ്മ അപ്പോഴുള്ള ഇടവും അവൻ മനസ്സിലാക്കി. തന്നെ മീറ്റ് ചെയ്യാൻ ബെർലിനിലേക്ക് വരരുത് എന്നമ്മ പറഞ്ഞെങ്കിലും കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞ് അവൻ ബെർലിനിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു. വൈകാതെ ബെർലിനിലെത്തി ഒരു ബാറിൽ വെച്ച് എമ്മയും ഡേവും കണ്ടുമുട്ടി. എമ്മ അവിടെ വെച്ച് സത്യങ്ങൾ അംഗീകരിച്ച് കാര്യങ്ങൾ ഡേവിനോട് തുറന്നു പറയാൻ ആരംഭിച്ചു. തന്റെ യഥാർത്ഥ പേര് അന്ന എന്നാണെന്നും ചെറുപ്പം തൊട്ടേ ഒരു അസാസിനാവുവാൻ താൻ ട്രെയിൻ ചെയ്യിപ്പിക്കപ്പെട്ടവളാണെന്നും അവൾ ആദ്യമേ പറഞ്ഞു. അന്നയുടെ അച്ഛൻ ഒരു പ്രൈവറ്റ് സീക്രട്ട് ഏജന്റ് ആയിരുന്നു. ആ അച്ഛനാണ് സോവറിൻ എന്ന സെക്യൂരിറ്റി കമ്പനി സ്ഥാപിക്കുന്നത്. കാർവർ എന്ന ഇന്റലിജന്റ് ഏജന്റിന്റെ ഒപ്പമായിരുന്നു അത്. കൃത്യമായി പറഞ്ഞാൽ അന്നയെ തിരക്കി ഡേവിഡിന്റെ വീട്ടിലെത്തിയ അതേ ഏജന്റിനൊപ്പം തന്നെ. അച്ഛൻ കൊല്ലപ്പെട്ട ശേഷം അന്നയെ കാവർ തന്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി. വർഷങ്ങളോളം അന്നയ്ക്ക് പരിശീലനം നൽകി അന്നയെ മികച്ച ഹിറ്റ് വുമണാക്കി മാറ്റി. ആദ്യമൊക്കെ ദുഷ്ടശക്തികളെ നശിപ്പിച്ച് ലോകത്തിൽ നീതി കൊണ്ടുവരാനാണ് കാർവർ ഈ മിഷൻ കൊണ്ട് ശ്രമിക്കുന്നത് എന്നെ ചിന്തിച്ചിരുന്നു. പക്ഷേ വളരും തോറും പണം വാങ്ങി ചെയ്യുന്ന ഒരു ബിസിനസ് മാത്രമാണിത് എന്നെ തിരിച്ചറിഞ്ഞു. ബോസ്റ്റണിൽ അത്തരത്തിലൊരു ജോലിക്കിടയിൽ വെച്ചിട്ടായിരുന്നു അന്ന ഡേവിനെ പരിചയപ്പെടുന്നത്. ഡേവിന്റെ പെരുമാറ്റവും നല്ല സ്വഭാവവും അന്നയെ പെട്ടെന്ന് ആകർഷിച്ചു. ആദ്യമായി ഒരാൾ തന്നെ കെയർ ചെയ്യുന്ന പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. അങ്ങനായിരുന്നു അന്ന ഡേവിനോട് പ്രണയത്തിലാവുന്നതും. ഒക്കെ പിന്നിൽ വിട്ട് സോവറിൻ ഗ്രൂപ്പ് വിട്ട് ചാടി മറ്റൊരു ഐഡന്റിറ്റിയിൽ ഡേവിനെ വിവാഹം കഴിച്ച് ജീവിക്കാൻ ആരംഭിച്ചതും. ഡേവിനൊപ്പമുള്ള നോർമൽ കുടുംബജീവിതം അന്ന ആസ്വദിച്ചിരുന്നു. സോവറിൻ തന്നെ കണ്ടെത്താതിരിക്കുവാൻ അതിനുവേണ്ട പണച്ചെലവിനു വേണ്ടി മാത്രമായിട്ടായിരുന്നു ഇടയ്ക്കെങ്കിലും അന്ന ഓരോ മിഷൻസ് ഏറ്റെടുത്തുകൊണ്ടിരുന്നതും. കാര്യം അത്രമേൽ നുണകളൊക്കെ ഒരുപക്ഷെ താൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഡേവിനോടുള്ള തന്റെ പ്രണയവും മക്കളോടുള്ള തന്റെ സ്നേഹവും യാഥാർത്ഥ്യമായിരുന്നു എന്ന് അന്ന പറഞ്ഞു. താനിപ്പോൾ ബെർലിനിലേക്ക് വന്നതുപോലും കനേഡിയൻ പാസ്പോർട്ടുകൾ സംഘടിപ്പിക്കാനാണെന്നും എല്ലാവരിൽ നിന്നും ഒളിച്ചോടി തന്റെ കുടുംബവും ഒന്നിച്ച് കാനഡയിൽ സുരക്ഷിതമായി ജീവിക്കാനാണെന്നും അന്ന വ്യക്തമാക്കി. സോവറിനുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും താൻ ഇനി ഒരു ഹിറ്റ് വുമൺ ആവില്ലെന്നും അന്ന ഡേവിന് വാക്കുകൊടുത്തു. അന്നയെ വിശ്വസിക്കാൻ അവളെ അടുത്തറിയാവുന്ന ഡേവിന് സാധിക്കുമായിരുന്നു. അവളെ താൻ ഇപ്പോഴും പ്രണയിക്കുന്നുണ്ട് എന്ന് ഡേവ് അവളോട് പറഞ്ഞു. അവരുടെ സംസാരത്തിനിടയിലേക്ക് കുറച്ച് സോവറിൻ ഏജന്റുകൾ കടന്നു വന്നു. അവരെ ഡ്രഗ് ചെയ്ത് മയക്കി അവർ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി. കണ്ണു തുറക്കുമ്പോൾ സോവറിന്റെ രഹസ്യ ആസ്ഥാനത്തായിരുന്നു അന്ന ഉണ്ടായിരുന്നത്. ഡേവിനെ മാത്രമല്ല തന്റെ മക്കളെയും കാവർ അങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നു എന്നെ തിരിച്ചറിഞ്ഞു. ഗൻ കാർവർ അന്നയ്ക്ക് മുമ്പിലേക്ക് ഒരു ഓഫർ വെച്ചു. അന്ന വീണ്ടും ഹിറ്റ് വുമൺ ആവണം, ഇല്ലെങ്കിൽ അന്നയുടെ മക്കളെ കൊലപ്പെടുത്തും എന്നായിരുന്നു ആ ഓഫർ. അവൾ വീണ്ടും സോവറിന്റെ ഭാഗമാകണം എന്നും കാർവർ ആവശ്യപ്പെട്ടു. മക്കളുടെ ജീവനോർത്ത് മനസ്സില്ലാ മനസ്സോടെ അന്ന അതിന് സമ്മതിച്ചു. മക്കൾക്ക് ആപത്തൊന്നും വരുത്തില്ല
പാടില്ല എന്ന് കാർവർ പറഞ്ഞെങ്കിലും ഡേവ് എല്ലാത്തിനും തടസ്സമാക്കുമെന്നും ഡേവിനെ കൊന്നു തള്ളാനും കാർവർ അന്നയ്ക്ക് നിർദ്ദേശം നൽകി. അന്നയുടെ മക്കൾക്കും ട്രെയിനിങ് കൊടുത്ത് സോവറിന്റെ ഭാഗമാക്കാനായിരുന്നു കാർവറിന്റെ പദ്ധതി. ഒടുവിൽ ഡേവിഡിനെ കൊലപ്പെടുത്തുവാൻ അന്ന ബന്ദിയാക്കിയ ഡേവിഡുമായി അടുത്തുള്ള കാടിനുള്ളിലേക്ക് പോയി. ഡേവിഡിനെ രക്ഷപ്പെടുത്താൻ അന്ന അനുവദിക്കുകയാണെങ്കിൽ ഇരുവരെയും വെടിവെച്ച് കൊല്ലുവാൻ തയ്യാറായി സ്നേപ്പറും ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ദൂരെയായതുകൊണ്ട് തന്നെ പതിയെ അന്ന ഡേവിഡിന് തങ്ങൾ സ്നേപ്പർ പോയിന്റിലാണെന്നും അതുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കരുത് എന്നും വാണിംഗ് കൊടുത്തു. ഒരിടത്തെത്തിയപ്പോൾ ഡേവിഡിനെ ചേർത്ത് കെട്ടിപ്പിടിച്ച പോലെ നിന്ന് അന്ന ഡേവിഡിന് നേരെ വെടിയുതിർത്തു. അതിനു മുമ്പേ തന്റെ പ്ലാനും എന്ത് ചെയ്യണമെന്നും അന്ന തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. പിന്നാലെ മറ്റൊരു സോവറിൻ മെമ്പർ അങ്ങോട്ടേക്ക് വന്നു. അന്ന ഡേവിനെ കൊന്നുവെന്ന് ഉറപ്പുവരുത്തലായിരുന്നു ആ കടന്നു വന്ന മെമ്പറിന്റെ ടാസ്ക്. കൃത്യമൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അന്ന അവളെ അടിച്ച് നിലംപരിശാക്കി. സ്നേപ്പറുടെ കണ്ണിൽപ്പെടാതെയായിരുന്നു അവൾ അത് ചെയ്തത്. കാര്യം ഡേവ് കൊല്ലപ്പെടില്ല എന്നന്നയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. അത്തരത്തിലായിരുന്നു അന്ന ഡേവിനെ സുരക്ഷിതമായിടത്ത് വെടിവെച്ചതും. അന്ന ആ സോവറൈൻ മെമ്പറിനെ കൊന്നതിന് പിന്നാലെ ഡേവിന് ബോധം തെളിഞ്ഞു. മരത്തിന്റെ മറവിലൂടെ മാറി മാറി അന്ന സ്നേപ്പറുടെ അടുത്തെത്തുകയും സ്നേപ്പറെയും വകവരുത്തുകയും ഉണ്ടായി. ശേഷം ഗണ്ണും മറ്റുള്ളവയുമായി അന്ന സോവറിന്റെ ആസ്ഥാന മന്ദിരത്തിലേക്ക് എത്തി. അന്നയുടെ കുട്ടികൾ അവിടെ ആയിരുന്നു ബന്ദികളായിട്ടുണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന മറ്റ് ഗാർഡുകളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് അന്നയും ഡേവും സോവറിന്റെ ആസ്ഥാനത്തിനകത്തേക്കെത്തി. ഡേവ് കുട്ടികളെ രക്ഷപ്പെടുത്തുന്ന സമയം അന്ന കാർവറിനെ എതിരിടാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. അകത്തെത്തിയ അന്ന സോവറിന്റെ മറ്റു മെമ്പേഴ്സുമായി ഫൈറ്റ് ചെയ്യുകയും ഒടുവിൽ അവരെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. അപ്പോഴേക്കും കാർവർ അവിടം വിട്ട് രക്ഷപ്പെടാൻ ഓടാൻ ആരംഭിച്ചിരുന്നു. കാർവറിന് പിന്നാലെ പാഞ്ഞെടുത്ത അന്ന കാർവറിനെ കീഴ്പ്പെടുത്തി. കാർവർ മരിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ഭാഗത്ത് വെടിയുതിർത്ത് പതിയെ കാർവറിനെ അവിടെ മരിക്കാൻ വിട്ട് അന്ന അവിടെ നിന്ന് തിരികെ സോവറിൻ ബിൽഡിങ്ങിനടുത്തേക്ക് നടന്നു വന്നു. അന്നയെയും കാത്ത് ഡേവും മക്കളും അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്നും സുരക്ഷിതമായി എമ്മയും കുടുംബവും രക്ഷപ്പെട്ടു പോകാൻ തുടങ്ങി. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ മുഴുനീള ആക്ഷൻ ചലച്ചിത്രം ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബായ്.